Salatu wassalam. Okay. Okay. Bismillah, alhamdulillah, salatu wassalamu ala rasulillah. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Assalamu alaikum wa rahmatullahi wa barakatuh. നമുക്ക് തുടങ്ങിയാലോ? ഇന്ന് നമ്മൾ പുതിയ പാഠം പഠിക്കണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ഇന്ന് എന്താ പഠിക്കുന്നതെന്നറിയോ? മൂന്നാമത്തെ പാഠം എന്താ? ഇത് പഠിക്കല്ലേ? ആദ്യം നമുക്ക് അതേക്കുറിച്ചൊന്ന് വായിച്ച് പഠിക്കാം, എന്നിട്ട് എഴുതി പഠിക്കാം, എന്നിട്ട് വായനയിലോട്ട് വരാം കേട്ടോ. ഓക്കെ, എല്ലാവരും ബുക്കൊക്കെ എടുത്തു വെച്ചോളൂ. നിങ്ങൾ എഴുതാനാവുമ്പോൾ ഞാൻ പറയാം. ബുക്ക് എടുത്തു വെച്ചോളൂ കേട്ടോ. സ്ക്രീന് കാണുന്നില്ലേ? സ്ക്രീനിൽ നോക്കിയാൽ മതി കേട്ടോ, ബുക്കിലോട്ട് നോക്കണ്ട. നൗറ, ബുക്ക് എടുത്തേ. വരാൻ മാത്രമേ ഇനി വരാനുള്ളൂ അല്ലെ? അല്ലാത്തവരൊക്കെ വന്നില്ലേ? ഓക്കെ ഓക്കെ. ബിസ്മില്ല. നമ്മളേ ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊന്നും മറന്നിട്ടില്ലല്ലോ? എല്ലാരും ഓഡിയോ ആൻഡ് വീഡിയോ ഓൺ ആക്കിയേ. ഓഡിയോ ആരാ? റംഷീന, സഹറയാണോ? അമാന, ഓഡിയോ ആൻഡ് വീഡിയോ ഓൺ ആക്കി. ഓൺ ചെയ്താ? ഈ റംഷീന അതാരാ? സഹറയാണോ? സോറി ടീച്ചർ, ഫായിക്കാണ് റീനം ചെയ്തിട്ടില്ല, മാറിപ്പോയി. ആര്? ഫായിക്ക്. ഫായിക്ക് ഇന്നത്തെ ബാച്ചിലാണല്ലോ. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഓഡിയോ വീഡിയോ എന്തേ? ഓഡിയോ ആൻഡ് വീഡിയോ സഹറിന് വേറെ ഗ്രൂപ്പിൽ മാറ്റിയോന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ ബിസ്മില്ല, നമുക്ക് തുടങ്ങാം അല്ലേ? കഴിഞ്ഞ വീക്കിലൊന്നും മറന്നിട്ടില്ലല്ലോ? അതൊക്കെ എഴുതിയിട്ട് വർക്കൊക്കെ അയച്ചു തരണം കേട്ടാ. ഇൻഷാ അല്ലാഹ്. ഫായിക്ക്. ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും. വൈകി എന്തേ? വേഗം വാ, ഓടി വാ. ഓഡിയോ ഓൺ ആക്കിട്ടാ. എല്ലാരും ഓഡിയോ ഓൺ ആക്കിട്ടാ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു സംഭവം അല്ലേ? എന്താണിത്? വായിച്ചേ. വെരി ഗുഡ്. ഇനി ഇതെന്താ? ഒരു കുഞ്ഞ് സർക്കിൾ ഇട്ടാല് പൂജ്യം ഇടൂലേ? പൂജ്യം. ഒരു കുഞ്ഞ് പൂജ്യം ഇട്ടാൽ എന്താ വായിക്ക? ബാ, ബി, ബു, ബ്. ബു, ബ്. നമുക്കിന്ന് അങ്ങനെ പഠിക്കാം. അതിന്റെ മുകളില് നമ്മൾ അകാരട്ടപ്പോ ബാ വായിച്ചു, ഇകാരട്ടപ്പോ ബി വായിച്ചു, ഉകാരട്ടപ്പോ ഉ വായിച്ചു. നമ്മളൊരു സ്മാൾ സർക്കിൾ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് പറയും? ബ് അല്ലേ? ഇപ്പുറത്ത് ഇപ്പുറത്തൊരു ഒരക്ഷരം എഴുതിയിട്ട് വായിച്ചു നോക്ക. വേറെ സംസാരിക്കല്ലേ, സ്ക്രീനിൽ നോക്കട്ടാ. ഉമ്മച്ചിനോട് സംസാരിക്കൂല, സ്ക്രീനിൽ നോക്ക. നമ്മൾ വായിച്ച് എഴുതി പഠിക്കാണ് ഇപ്പട്ടാ. ഓക്കെ, നമ്മളിത് ഇതൊന്ന് വായിച്ച് അങ്ങനെയാണെങ്കിൽ അതിന്റെ മുമ്പിൽ ഒരു അക്ഷരം എഴുതിയിട്ട് ഇങ്ങനെ വായിക്കുമ്പോ എന്താ വായിക്ക? നബ്. എന്താ വായിച്ചേ? നബ്. എന്താണ്? നബ്. നബ്. വെരി ഗുഡ്. അടുത്ത നമ്മൾ താ അല്ലേ പഠിച്ചേ? താ, തീ, ഇത്. ഇത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഇതിന്റെ അപ്പുറത്ത് വേറൊരു അക്ഷരം ഇട്ടിട്ട് പഠിക്കണം. അത് ഞാൻ എന്നെ ആയിക്കോട്ടെ. ഞാൻ എഴുതിയിട്ട് അത് കഴിഞ്ഞിട്ട് താക്കൊരു സ്മാൾ സർക്കിൾ അല്ലേ? ഒരു കുഞ്ഞ പൂജ്യം അല്ലേ? അപ്പൊ എന്താ വായിക്ക? നെറ്റ്സ്. എന്താണ്? നെറ്റ്സ്. എയർ പുറത്തേക്ക് പോട്ടോ. നെറ്റ്സ്. നബ്. നബ് പറയുമ്പോ നബ് വേറെ രീതിയാണ്. നെറ്റ്സ് എന്ന് പറയുമ്പോ വേറെ രീതിയാണ്. ഓക്കെ,
അടുത്തത് നമ്മൾ പഠിച്ചത് ഇതല്ലേ? സാ വായിച്ചേ. വെരി ഗുഡ്. ഒരു എക്കോ വരുന്നുണ്ടോ? എന്ത് പറ്റി? സഹറ എവിടെയോ? ഞാൻ എല്ലാവരുടെ ഇതൊന്ന് ഓഫാക്കും. ക്ലിയർ ആയോ? ഇല്ല അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇതൊന്ന് ഇട്ട് വരാം. ഞാൻ ഒന്നും കൂടി കയറിയോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ഇഷ്ടല്ലേ എഴുതണോ? ടീച്ചർ പോയി വരും, അതുവരെ എഴുതിക്കോട്ടാ. നീ കല്യാണം കഴിഞ്ഞു ഇവിടെ എഴുതാം. ക്ലിയർ ആയോ? ഒരു എക്കോ വരുന്നുണ്ടല്ലോ. സൗണ്ട് ക്ലിയർ ഇല്ല ടീച്ചറെ. ഒരു മിനിറ്റ് ഇട്ടോ, ഞാൻ നോക്കട്ടെ.
മനസ്സിലാതെ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയ മക്കളെ? ഇല്ല അല്ലേ? നിങ്ങൾ എല്ലാരും ഓഡിയോ ആയിഷ എവിടെ ഇരുന്നു? ഇപ്പൊ ഇല്ലല്ലോ മാം. ഇപ്പൊ നോക്കട്ടെ. ഹലോ മക്കളെ, കേൾക്കുന്നുണ്ടാ? അവർക്ക് കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ട്, അത് ഞാൻ എല്ലാരും ഓഡിയോ ഓഫ് ആക്കിയതാണ്. തന്നെ, അപ്പൊ ശരിയായാ? എല്ലാരും ഓഫ് ആക്കുമ്പോ ശരിയാവുന്നുണ്ടാ? സ്ക്രീൻ ഇപ്പൊ ഓക്കെ ആയാ? ഇപ്പൊ കേൾക്കുന്നുണ്ടാ? എന്റേത് കേൾക്കുന്നുണ്ടാ? യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഫൈക്ക് ഒന്ന് ഓണാക്കി പറഞ്ഞ എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന്? ഓക്കെ ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ ഫാത്തിമ, റെഡി ആയിക്കണം. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ അതെന്തായിരുന്നു? ഇനി അങ്ങനെ ആയാ എന്താ ചെയ്യാ? ആരെങ്കിലും ഓഫ് ആയാൻ പറയേണ്ടി വരുമോ? ആരുടെങ്കിലും ഫോണിന്റെ പ്രശ്നാ? ചിലപ്പോ ആരുടെങ്കിലും ഫോണിന്റെ പ്രശ്നമായിരിക്കും അല്ലേ? ആ, ഓക്കെ ഓക്കെ. ഇനി അങ്ങനെ ആവുമ്പോ ഓഫ് ചെയ്യാൻ പറയാം. ഓക്കെ ഓക്കെ. ഇപ്പൊ നോക്കിയേ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? നമ്മള് ഞാൻ വെച്ചിട്ട് എല്ലാത്തിനും ഒന്ന് സ്മാർട്ട് സർക്കിൾ ഇട്ട് കൊടുക്കുക അല്ലേ? ഓക്കെ, എന്താണ് വായിച്ചേ? എഴുതണ്ട, ഇപ്പൊ എഴുതണ്ട സഹ്റ. ഇപ്പൊ നിങ്ങളിത് വായിക്കിട്ടാ. ഇതെന്താണ്? നെബ്. അമാന, വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. നെബ് വീഡിയോ ഓൺ ആക്കണം എല്ലാരും കേട്ടോ. നിങ്ങളിതിൽ ജോയിൻ ആയിട്ട് വീഡിയോ ഒക്കെ ഓഫ് ആക്കി ഇരുന്നാലും എങ്ങനെ? വീഡിയോ ഓൺ ആക്കി എല്ലാരും. ഓഡിയോ വല്ലാണ്ട് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം ഓഡിയോ ഓഫ് ചെയ്താൽ മതി കേട്ടാ. എഴുതണ്ട, ഇപ്പൊ എഴുതാൻ വേറെ ടൈമില്ല, ഇപ്പൊ പഠിക്കാട്ടാ. ഓക്കെ, ബിസ്മില്ല. നെബ് വായിച്ചേ. നെബ്, വെരി ഗുഡ്. നെബ്. അത് നെറ്റ്സ്. എന്താണ്? നെറ്റ്സ്. ഓക്കെ ഓക്കെ. നെസ്. അടുത്തത്
നസ് അല്ലേ? ഇങ്ങനെ എഴുതുമ്പോ നമ്മൾ അതിനെ നസ് ആ രീതിയിൽ വെക്കും. നസ് എന്ന് പറയുമ്പോ എയർ പുറത്തോട്ട് പോകട്ടെ. നസ് വെരി ഗുഡ്. അടുത്തത് നമുക്ക് നാന്നല്ലേ വേർഡ്, അപ്പൊ നമുക്ക് ബാ വെച്ചിട്ട് എഴുതാം. ബാ ബൻ ബൻ ആ ഇന്നുള്ള ഉച്ചാരണം അല്ലേ? അപ്പൊ ബൻ. ബി ആണെങ്കിൽ ബിൻ അല്ലെ? ബിൻ ബിൻത് എന്നൊക്കെ പറയുന്ന അങ്ങനെ. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? വാ അല്ലേ? അപ്പോ വാവിന് നമുക്ക് നാ വെച്ചിട്ട് തന്നെ എഴുതാം. വാ വി വു വ്. അപ്പൊ നൗ എങ്ങനെ ഇതിന് സ്മാൾ സർക്കിൾ ഇട്ട് കൊടുത്താല് നൗ. ഓക്കെ. സഹ്റ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടാ. പറയും ചെയ്തോ? കൂട്ടത്തിൽ പറഞ്ഞോ? നൗ അല്ലേ? ഇനി എന്താ നമ്മൾ പഠിച്ചത്? യാ പഠിച്ചു അല്ലേ? അപ്പൊ നമുക്ക് നാന് ശേഷം യാ ഇട്ടിട്ട് അതിന് ഒരു സ്മാൾ സർക്കിൾ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ അതിനെന്ത് വായിക്കും? നൈ. ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. ഇനിയിപ്പോ ഇങ്ങനെയാണ് യാ എഴുതണമെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ വായിക്കാട്ടോ. ഇങ്ങനെ യാ എഴുതിയിട്ട് ഇത് നമ്മൾ ഇകാരത്തിന് ശേഷം ഈ യാ ഒന്നിടാതെ വന്നാലും നമ്മൾ ഇകാരത്തെ നീട്ടാൻ നീ വായിക്കും അല്ലേ? പക്ഷെ ഇകാരം അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ സർക്കിൾ ഇട്ടിട്ട് വന്നാൽ നൈ വായിക്കും അല്ലേ? നൈ. ഓക്കെ. അതിന്റെ പേരൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ നബ് ഒന്ന് വായിച്ചേ. നബ്. ഓക്കെ, വെരി ഗുഡ്. നട്സ്. ആദം. ആദം ഇവിടെ ആദം. ആദമിന്റെ അടുത്തേക്ക് വെച്ച ഫോൺ അവന് താഴെയും ഫോൺ ഉയരത്ത തോന്നണല്ലോ. നസ് നസ്. വെരി ഗുഡ്. ജുവൈരിയ വായിച്ചേ. നൗറ വായിക്ക. എല്ലാരും വായിക്ക. ആയിഷ ഓഡിയോ ഓഫ് വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല കേട്ടോ ആരും. എല്ലാരും വായിക്കും. ബൻ ബൻ. വെരി ഗുഡ്. നൗ നൗ. വെരി ഗുഡ്. നൈ നൈ. ഇതും നൈ അല്ലെ? ഇങ്ങനെ എഴുതിയാലും നൈ. ഓക്കെ. അപ്പൊ യാക്ക് സുക്കൂനിട്ട നൈ ഐ എന്നുള്ള ഒരു ഉച്ചാരണം. വാക്ക് സുക്കൂനിട്ടാല് ഔ. അതുപോലെ നൗ ആ ഒരു ഉച്ചാരണം. പിന്നെ ബ് അങ്ങനെ കേട്ടോ. അത് നമ്മൾ ഓർത്ത് വെക്കട്ടോ. അത് കഴിഞ്ഞ് ഇനി നമുക്കൊരു പുതിയ വേർഡ് പഠിക്കാം. പുതിയ വേർഡല്ല, പുതിയ ലെറ്റർ പഠിക്കല്ലേ. ഇതുവരെ നമ്മൾ പഠിച്ച ലെറ്ററുകൾ ഏതൊക്കെയായിരുന്നു? അലിഫ് പറഞ്ഞ ധ്യാനം മറന്നോ? ഓക്കെ. അത്ര അക്ഷരങ്ങളല്ലേ നമ്മൾ പഠിച്ചേ? 1 2 അറിയോ? 1 2 അറിയെങ്കിൽ 1 2 3 4 5 6 7 ലെറ്റർ പഠിച്ചു അല്ലേ? 1 2 3. ചിലപ്പോ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ 1 2 ചെല്ലാൻ അറിയുന്നുണ്ടാവില്ല. അല്ലാത്തവര് 7 ലെറ്റർ പഠിച്ചു അല്ലേ? അൽഹംദുലില്ലാ. ഇനി ബിസ്മില്ല നമ്മൾ അടുത്ത ലെറ്റർ പഠിക്കല്ലേ? നമ്മൾ ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ് പഠിച്ചില്ലേ? റൗണ്ട് വരക്കാൻ പഠിച്ചില്ലേ? അതിന്റെ ഒരു ഹാഫ് റൗണ്ട് അത്രേ ഉള്ളൂ അടുത്ത ലെറ്റർ കേട്ടോ. എളുപ്പമാണ്, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു ലെറ്ററാണ് അടുത്തത് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ബിസ്മില്ല ഇതാ കണ്ടോ? ഹാഫ് സർക്കിൾ വരച്ചു. എന്നിട്ട് മേലാകാരട്ടൽ എന്താ വായിക്കുക? ദ. വെരി ഗുഡ്. ദ. എങ്ങനെ എഴുതാ നോക്കി? ഇങ്ങനെ അല്ലേ? നമ്മള് ഹാഫ് സർക്കിൾ ഇതിങ്ങനെ ഒറ്റ ഫുൾ സർക്കിൾ ആയില്ലേ? അപ്പൊ ഇതിന്റെ പകുതി അല്ലേ? എളുപ്പമല്ലേ എഴുതാന്? അപ്പൊ ഇന്ന് പഠിക്കുന്ന അക്ഷരം എളുപ്പമുള്ള അക്ഷരാണ് കേട്ടോ. ദ. ഓക്കെ. ദ. ഇതൊന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എഴുതാം കേട്ടോ. ഓക്കെ. ഇനി ഈകാരട്ടാൽ എന്താ വായിക്കുക? ദാക്ക്. വെരി ഗുഡ്. ഓക്കെ. പുള്ളിയൊന്നും ഇല്ല കേട്ടോ. ഉകാരട്ടാലോ? വെരി ഗുഡ്. താനിയ വായിക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ. താനി പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഓക്കെ. അപ്പൊ ദാ പഠിച്ചു അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ദാൻ എങ്ങനെ നീട്ടി കൊടുക്കുക? ദാ പറയണം. നമ്മൾ ദാ പറയണമെങ്കിൽ ഇനി എന്താ എഴുതണ്ടേ? ദാ കഴിഞ്ഞിട്ട് വാ അല്ല, വാ ഊ പറയാനാണ് വാ എഴുതുന്നത്. മാഷാ അല്ലാ. മബ്രൂക്ക് മബ്രൂക്ക്.
അൽഹംദുലില്ലാ. ദാ എന്താ വായിക്കാ? ദാ. അപ്പൊ പഠിച്ചേ. എത്ര പെട്ടെന്നാ ഒരു ലെറ്റർ പഠിഞ്ഞേ. ആ ഇനി ദീനെ നീട്ടാൻ നമ്മൾ ഏത് ലെറ്റർ എഴുതുക? ആ നീട്ടാന് നമ്മൾ അലിഫിട്ടു. ഈ നീട്ടാന് യാ. വെരി ഗുഡ്, മാഷാ അല്ലാ, മബ്റൂക്ക്. യാ ആണ്. ഈനെ നീട്ടാൻ യാ, ഡക്ക് അല്ലേ? ദീ. ഓക്കെ, ദീ. ഇനി നമ്മള് ദൂ. ദൂനെ നീട്ടാൻ എന്താ അടയാളം? അതാണ് നേരത്തെ പറഞ്ഞ വാവ് അല്ലേ? വാവ് അല്ലേ? ഉകാരത്തെ നീട്ടാൻ ദൂ നീട്ടാന് വാവ്. അപ്പൊ നമ്മള് ദൂ. അപ്പൊ ഇതെന്താ വായിക്ക? ദൂ. ജുവൈരിയ. എന്താ ആകാശത്ത് നോക്കണം ജുവൈരിയ? കീപ്പട്ട് നോക്ക്, ഇതിലോട്ട് നോക്ക്, വായിച്ചേ. ദാ ഈ ദീ ദൂ. സഹ്റ, ഇവിടെ ഇവിടെ ഇവിടെ. അത് വായിക്കുന്നുണ്ടോ കൂടെ? എല്ലാവരും വായിക്കിട്ടാ. ദാ ദീ ദൂ. വെരി ഗുഡ്. പിന്നെ ഈ ദാലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ദാലിന്റെ ഒരു പ്രത്യേകത, നമ്മൾ അലിഫിന് ശേഷം വേറെ അക്ഷരം എഴുതൂല പറഞ്ഞില്ല. അലിഫിന് ശേഷം വേറെ അക്ഷരം എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. ആരാ വേറെ സംസാരിക്കുന്നത്? അലിഫിന് ശേഷം വേറെ അക്ഷരം എഴുതൂലല്ലോ. വേറൊരു അക്ഷരം കൂടി ഉണ്ട്, അതിനുശേഷം നമ്മൾ ഒന്നും എഴുതൂല. അത് ഏതായിരുന്നു? നമ്മൾ പഠിച്ച ഒരു ലെറ്ററും കൂടി ഉണ്ട്, അതിനുശേഷം ഒന്നും എഴുതി. അതേതായിരുന്നു? അലിഫ് അല്ലാണ്ട് വാവ്. ആ വാ. വാവിന് ശേഷം നമ്മള് അല്ല അല്ല അല്ല, ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്താ വേറെ പഠിക്കുന്നത്? ഞാൻ ഇപ്പൊ പറയുന്നത് അലിഫിന് ശേഷം വേറെ എഴുതാൻ പാടില്ല. അതേപോലെ വാവിന് ശേഷം കൂട്ടി എഴുതാൻ പറ്റൂല. ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് എഴുതൂല. നമ്മളിപ്പോ നബത്ത എഴുതിയപ്പോ നാക്ക് കൂട്ടി ബ എഴുതിയില്ലേ? നാ ബ എഴുതിയില്ലേ? പക്ഷെ അലിഫിന് ശേഷം തൊട്ട് കൂട്ടി എഴുതാൻ പാടില്ല അല്ലെ? അങ്ങനെ നമ്മൾ പഠിച്ചില്ലേ? ഇതിങ്ങനെ എഴുതാം. അതേപോലെ വാവിന് ശേഷം നമ്മൾ ഇതിന്മേ ഞാനൊന്നും എഴുതാൻ പാടില്ല അല്ലേ? തെറ്റാണ് അല്ലേ? ഓക്കെ. അതേപോലെ ഉള്ളൊരു അക്ഷരാണ് ദാല്. ദ. ദാക്ക് ശേഷം നമ്മൾ ഒന്നും കൂട്ടി എഴുതൂല. ഇവിടെ ഒന്നും കൂട്ടി എഴുതൂല. കൂട്ടി എഴുതാൻ എന്തായി പോവും? ഇതിന്റെ ഷേപ്പ് മാറിപ്പോകൂലേ? അപ്പൊ നമ്മള് അതുകൊണ്ടാണ് നമ്മൾ ദാന് കഴിഞ്ഞിട്ട് അലിഫ് വേറെയും യാ വേറെയും, കണ്ടോ? യാ വേറെയും വാവ് വേറൊക്കെ എഴുതിയ എന്തുകൊണ്ടാ? ദാലിന് ശേഷം ഒന്നും കൂട്ടി എഴുതൂല അല്ലേ? അപ്പൊ ശേഷം കൂട്ടി എഴുതാത്ത അലിഫ് ഉണ്ട്, വാവുണ്ട്, ദാലുണ്ട് അല്ലേ? ഓക്കെ. ഇതിന് മുമ്പ് എഴുതും കേട്ടോ. അപ്പൊ നമ്മൾ ഇതാ ബാന്ന് എഴുതി അല്ലേ? മുമ്പ് ഒരക്ഷരം എഴുതി. അതേപോലെ ബനു. ബനു എഴുതി അല്ലേ? അതിന് മുമ്പ് എഴുതി. അതേപോലെ വേറെന്താ? ദാക്ക് കൂട്ടി എഴുതിയത് പഠിച്ചിട്ടില്ല. ഓക്കെ, അത് ഞാൻ പഠിപ്പിച്ചുതരാം. ദാ കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ എഴുതാന്നറിയോ? നമ്മൾ യാ കൂട്ടി എഴുതുമ്പോൾ നമ്മൾ വേറെ പഠിച്ചില്ലേ? അതേപോലെ പിന്നെ ദാൽ കൂട്ടി എഴുതുമ്പോഴും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പഠിച്ചത് ഇങ്ങനെയാണ്, ദാ എഴുതാൻ പഠിച്ചു. ഓക്കെ. ദാനം നീട്ടാന് ഇങ്ങനെ ദാ നീട്ടി പഠിച്ചു, ദീ പഠിച്ചു, ദൂ പഠിച്ചു. പിന്നെ പഠിച്ചത് ദാക്ക് ശേഷം ഒന്നും കൂട്ടി എഴുതൂലെന്ന് പഠിച്ചു അല്ലേ? ഇതിന് ശേഷം ഒന്നും കൂട്ടിയത്. ഇതിന് മുമ്പ് കൂട്ടി എഴുതുന്നു പറഞ്ഞില്ലേ? അത് നമ്മളൊന്ന് എഴുതി നോക്കാം. ഇങ്ങനെ എഴുതാട്ടോ. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഇട്ടാല് എന്താ വായിക്കുക? അതെന്താ ഞാൻ ആദ്യം എഴുതിയത്? ആദം. 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 ഈ മദ്രസയിലാണ്. എന്താ ഇവിടെ പരിപാടി? ഇവിടെ എഴുതണ വല്ലതും കാണുന്നുണ്ടാ? നോക്കട്ടാ. ഓടി ഓണാക്കിയേ. പറയുന്നതിന് മറുപടി പറയണം. നിങ്ങൾ എല്ലാരെയും എനിക്ക് കാണൂല. ഓക്കെ. ഓക്കെ. സഹ്റയും ഇവരൊക്കെ ഇരിക്കുന്ന പോലെ കണ്ട, താനിയൊക്കെ ഇരിക്കുന്ന നോക്ക്, ആയിഷയൊക്കെ ഇരിക്കുന്ന നോക്ക്, അതുപോലെ സ്ക്രീനിൽ നോക്കിയിരിക്കണം. അപ്പോഴേ ഉള്ളൂ നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാവുക. ഓക്കെ. അപ്പൊ യദ്. ഇതെന്താണ്? യദ്. ഓക്കെ. ദാ എഴുതിയിട്ട് ഇങ്ങനെ സ്മാൾ സർക്കിൾ ഇട്ടാല് ദ്. ദ്. അപ്പൊ
അതിന് മുമ്പ് യാ എഴുതിയപ്പോ യദ്. യദ് പറഞ്ഞ എന്താണെന്നറിയോ? കയ്യ്. ഓക്കെ, ദഹ്റ താൽ താൽ അതാ പോണു. അപ്പൊ ഇങ്ങനെ അല്ലേ? യാന്റെ കൂടെ വേറൊരു അക്ഷരം കൂട്ടി എഴുതുമ്പോ ഇങ്ങനെ എഴുതും അല്ലെ? ഒറ്റക്ക് എഴുതുമ്പോ ഇങ്ങനെ എഴുതും അല്ലെ? ഓക്കെ, ഇനി ഇപ്പൊ ദാല് പഠിഞ്ഞില്ലേ? ഇനി നമുക്ക് വായിക്കുമ്പോ കൂടുതൽ മനസ്സിലാവും കേട്ടോ. അടുത്തത് നമ്മൾ ഒരക്ഷരം കൂടി പഠിക്കണം. നമ്മള് വാവ് പഠിച്ചില്ലേ? ഒരു കുഞ്ഞ് സർക്കിൾ ഇട്ടിട്ട് നമ്മൾ താഴോട്ടൊരു വാലിട്ടില്ലേ വാവിന്റെ? നമ്മൾ ഈ സർക്കിളിനെ അങ്ങോട്ട് ഒഴിവാക്കുക. അപ്പൊ നമ്മൾ അടുത്ത അക്ഷരം എഴുതാൻ പഠിച്ചു. ഇതെന്താണ്? റാ. ഗുഡ്. മബ്രൂക്ക്. റാ. എളുപ്പം പഠിച്ചില്ലേ രണ്ടക്ഷരം? ഓക്കെ, റാ. ആ, റാ, റീ. ആ, ഒരു പ്രത്യേകത ഉണ്ട്. ഈ റാക്ക് ഒരു പ്രത്യേകത ഉണ്ട്. റാ പറയുമ്പോൾ നമ്മുടെ വായന്റെ ഉള്ളിൽ ഇങ്ങനെ മുഴക്കുണ്ടാവും. അപ്പൊ ഇതുവരെ നമ്മൾ ബാ സാ എന്നും പറഞ്ഞപ്പോ നമ്മുടെ വായ കുഴപ്പമൊന്നുമില്ലല്ലോ. ലേറ്റ് ആയിട്ടല്ലേ നമ്മൾ പറഞ്ഞത്. പക്ഷെ റോ പറയുമ്പോ നമ്മൾ വായ നിറച്ച് പറയണം. റോ അല്ലെ? ഒരു മുഴക്കം വായന്റെ ഉള്ളിൽ നിന്ന് റോ. നേരെ മറിച്ച് റാക്ക് ഇകാരിടുമ്പോ ഓക്കെ, അപ്പൊ നമ്മൾ ജി എന്നാ പറയാ. റീ അല്ല, ജി. ഓക്കെ, ജി. ആ, അത് നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ. ഓരോ ഇത്തറിന് ഓരോ പ്രത്യേകത ഉണ്ടല്ലോ. നമ്മള് ഖുറാനൊക്കെ ഇനി ഓതുമ്പോഴെപ്പോഴും ഖുറാന്റെ താഴെ ഇകാരം ഇട്ട് കഴിഞ്ഞാൽ നമ്മളതിനെ ജി എന്നാ പറയാ കേട്ടോ. നേരെ മറിച്ച് അകാരിട്ട റോ പറയും, ഇകാരിട്ട ജി. ജി. ഓക്കെ, അത് നമ്മൾ വായിക്കുമ്പോ ബാക്കി മനസ്സിലാവും. അതേപോലെ ഉകാരിടുമ്പോ വായ നിറച്ച് തന്നെ പറയുന്നു. റൂ. എന്താണ്? റൂ. ആ, പിന്നെ സ്മാൾ സർക്കിൾ മുകളിലിട്ടാല് ഇർ. ആ, അതിന് വേറൊരു അക്ഷരം ഇവിടെ എഴുതി കാണിച്ചാൽ. അപ്പൊ നെർ. എന്താണ്? നെർ. ഓക്കെ, ആ, റോ, ജി, റൂ, നർ. ഓക്കെ, അത് പഠിച്ചു. ഇതിന്റെ പ്രത്യേകത വേറൊന്നും കൂടി ഉണ്ട്. റാക്ക് പ്രത്യേകത റായിന് ശേഷം ഒന്നും എഴുതൂല. റായിന് ശേഷം ഇതിനോട് കൂട്ടിയിട്ട് ഒന്നും എഴുതൂല. ഇതിനോട് കൂട്ടി ഇപ്പൊ ബാ എഴുതി എങ്ങനെ ആയി പോകൂലേ? അപ്പൊ അതിന്റെ ഷേപ്പ് മാറിയില്ലേ അല്ലെ? റാന്റെ ഐഡന്റിറ്റി എന്താണ്? ഇങ്ങനെ താഴോട്ട് ഒരു വാല്. വാവിന്റെ ഐഡന്റിറ്റി ഒരു സ്മാൾ സർക്കിൾ കൊടുത്തിട്ട് താഴോട്ട് വാല് അല്ലെ? അതേപോലെ അതിന്റെ രണ്ടിന്റെ കൂടെ ഒന്നും കൂട്ടി എഴുതാൻ പറ്റില്ല. എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് മാറൂലേ? അതുകൊണ്ടാണ് നമ്മൾ വാക്ക് ശേഷം ഇങ്ങനെ കൊടുത്തത്. വേറെ എഴുതിയല്ലേ? അതിന് മുമ്പ് കൂട്ടി എഴുതാട്ടോ. നമ്മള് ബനു എന്നൊക്കെ എഴുതിയ പോലെ എഴുതാം. പക്ഷെ ശേഷം എഴുതാൻ പറ്റില്ല. മുമ്പ് എഴുതാം അല്ലെ? അപ്പൊ നമ്മള് അലിഫ് പഠിച്ചു, വാവ് പഠിച്ചു, റാ പഠിച്ചു, ലാ പഠിച്ചു. ആ, ഈ 4 അക്ഷരത്തിന് ശേഷം ഇതിന് ശേഷം ഒന്നും കൂട്ടി എഴുതൂല. ഓക്കെ, അത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, പിന്നെ പഠിച്ചത് ഓക്കെ. ഇനി നമ്മള് റാനെ റോന്നൊന്ന് പറഞ്ഞു നോക്കാം. അതിനിവിടെ എന്താ എഴുതണ്ടേ? റാക്ക് ശേഷം റാന് നീട്ടാന് ഞാൻ പറയും റാ നീട്ടാൻ. ആ, അതെന്തിനാ അമ്മച്ചിനോട് ചോദിക്കണ ആയിഷ? നമ്മൾ പഠിച്ചതല്ലേ. നമുക്ക് ജീനെ നമുക്ക് നീട്ടണം. ബാങ്ക് കൊടുക്കുന്നുണ്ടാ? എവിടെയാ ബാങ്ക് കൊടുക്കുന്നത്? നമ്മള് പ്രശ്നം എന്താ അറിയോ? ഓരോ സ്ഥലത്തും ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോകും. അതാണ് ഞാൻ പിന്നെ മിണ്ടാതെ നിൽക്കണേ. ഓക്കെ, ഓക്കെ. അപ്പൊ ഞാൻ എഴുതാം, സാവധാനം വായിച്ചാൽ മതി. ബാങ്കിനോട് മറുപടി പറയാ, അതിന്റെ കൂടെ ഇതും കൂടി ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ഇത് റോ, ഇത് രീ. ഇതെന്താ വായിക്കാ? രീ. ഓക്കെ, രീ. റീ അല്ല കേട്ടോ, രീ. രീ. ആ, രീ. ഓക്കെ, ആ, ഇനി നമുക്ക് റൂനെ നീട്ടാൻ എന്താ കൊടുക്ക? ആദ്യം പറഞ്ഞേ, റൂനെ നീട്ടാൻ പറയില്ല. താനിയ പറഞ്ഞേ. വാ, വെരി ഗുഡ്. ആ, റൂ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? അത് നമ്മൾ വായിക്കുമ്പോൾ വെക്കാം. എന്നാൽ നമുക്ക് ഇനി അതിലോട്ട് പോവാം. യൂണിറ്റ് 3 വായിക്കണം. ഓക്കെ, ഓക്കെ. ഇനി ഇത് വായിച്ചു നോക്കിയേ. വായിച്ചേ, ബിസ്മില്ല വായിച്ചേ. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത് വായിച്ചേ. ഇതെന്താണ്? നമ്മള് ദാ പഠിച്ചുല്ലേ?
ആ ദാനെ നമ്മൾ നീട്ടാൻ പഠിച്ചു. അപ്പൊ നമ്മൾ ദാ വായിച്ചു. നമ്മള് ർ, ദാർ. എന്താണ് ദാർ? ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. നമ്മള് വായിക്കുമ്പോഴേ ശരിക്കും ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അല്ലെ അത് നമ്മളിപ്പോ അത് വായന നിർത്തല്ലേ, ദാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തല്ലേ. നിർത്തുമ്പോൾ നമ്മൾ എപ്പോഴും സ്മാൾ സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നിർത്തുക. അതിന് സുക്കൂൻ എന്ന് പറയാം. അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും കേട്ടോ. സുക്കൂൻ ഇട്ടിട്ടാണ് നമ്മൾ നിർത്തുക. അങ്ങനെ നമ്മൾ വായിച്ച് പഠിക്കുന്നത് കേട്ടോ. പിന്നീട് നമ്മൾ ഇവിടെ എന്താണ് അടയാളം എന്നൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും. ഇപ്പൊ നമ്മൾ ഇതിങ്ങനെ വായിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മളെല്ലാം ഈ ഒരു രീതിയിലാണ് പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നെർ എന്നൊക്കെ പറഞ്ഞു തന്നെ. നെർ ഇവിടെ തന്നെ ദിയാർ അങ്ങനെ പറഞ്ഞു തന്നെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത് വായിക്കാം. അതെന്താണ്? ദാർ. വായിച്ചേ. ഓഡിയോ ഓണാക്കി എല്ലാരും. ദാർ. ആദം, ഇതെന്താണ്? ഇത് ദാ പഠിച്ചിട്ട് നമ്മൾ ദി പഠിച്ചു. ഇതാരാ? ഇത് മുമ്പ് പഠിച്ച ആളല്ലേ? യാ അല്ലെ? മുമ്പ് പഠിച്ചവരൊക്കെ വരൂട്ടാ. പുതുതായിട്ട് 2 ലെറ്റർ മാത്രം മുമ്പ് പഠിച്ച 7 ലെറ്റർ ഇതിന്റെ കൂടെ വരൂട്ടോ. അപ്പൊ ദിയാർ. എന്താണ്? ദിയാർ. ദിയാർ. ഓക്കെ, ദിയാർ. ഇനി അടുത്തത് ദൂർ. അല്ല, ദൂർ. ദൂർ. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മള് ദാ പഠിച്ചു. ഇത് എഴുതുന്ന ശ്രദ്ധിക്ക്. സ്ക്രീന് കാണുന്നില്ലേ? വലുതാക്കണോ? ഇനി വലുതാക്കണോ? കാണുന്നില്ലേ? ഒന്നും കൂടി വലുതാക്കി തരാം. ഓക്കെ, ഇപ്പൊ വലുതായില്ലേ? സ്ക്രീനിൽ നോക്കണം കേട്ടോ, ബുക്കിലൊന്നും നോക്കരുത്. നൗറ ഓഡിയോ ഓണാക്കി വായിച്ചേ. എല്ലാവരും വായിക്കണോ? ആരും വായിക്കാതിരിക്കാൻ പറ്റില്ല. ഇതുണ്ടോ? ഇത് നമ്മൾ എങ്ങനെ വായിക്കാന്ന് വെച്ചാൽ നമ്മൾ ദാ വെരി ഗുഡ്. നമ്മൾ ദീ പഠിച്ചു, ദൂ ദൂ പഠിച്ചു അല്ലേ? ദൂ പഠിച്ചു അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മള് റോ പഠിച്ചു അല്ലേ? റാക്ക് സർക്കിൾ കൊടുത്തിട്ടാണ് നമ്മൾ വായിക്കുക. ഇവിടെ ഒന്നും എഴുതൂല, പക്ഷെ നമ്മൾ സർക്കിൾ കൊടുത്ത് വായിക്കണം. അപ്പൊ ദൂർ. എന്താണ്? ദൂർ. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തത് വലുതാക്കുമ്പോ നമുക്ക് ഓരോന്നും. ഇപ്പൊ ഈ ദൂത് കാണുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, വെരി ഗുഡ്. ദൂത്. അവിടെ ഞാൻ അണ്ടർലൈൻ ഇടുന്നത് മാത്രം വായിച്ചാൽ മതി കേട്ടാ. ദൂത്. എന്താണ്? ദൂത്. ദ് പറയണം കേട്ടോ. ദൂത്. എന്താണ്? ദൂത്. പറഞ്ഞ പോലെയല്ല, ദൂത്. ഓക്കെ, ആ ദൂതിന്റെ അവിടെ ടച്ച് ചെയ്ത് വെക്കണം. ആരെ എന്റെ സ്ക്രീനിൽ എഴുതുന്ന ആള്? ഐഷ. ഐഷ, ചൂരലെടുക്കും ഞാൻ കേട്ടാ. എന്റെ സ്ക്രീനിൽ എഴുതാൻ പാടില്ല. അപ്പൊ ദൂത് വായിച്ചേ. ദൂത്. വെരി ഗുഡ്. ഇനി അടുത്ത അണ്ടർലൈൻ ചെയ്തത് എന്താ വായിക്ക? യദ്. യദ്. യദ് പറഞ്ഞെന്താ? കൈ. ഓക്കെ, യദ്. യാ നമ്മൾ മുമ്പ് പഠിച്ച യാ കണ്ടോ? ഈ യാ വന്നു, യാ ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടു. അപ്പൊ യദ്. ഓക്കെ, അടുത്തത് ഇതെന്താ? ഈ അക്ഷരം താന്റെ അവിടെ ഇങ്ങനെ ഇട്ടപ്പോ സൗ. വെരി ഗുഡ്. ഓക്കെ, ഇനി അതിന്റെ ഒരു അർത്ഥമല്ല, നമ്മൾ അതെന്താന്നൊന്ന് മനസ്സിലാക്കി. എല്ലാ അർത്ഥവും നിങ്ങൾ പഠിക്കണം, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാലും പറ്റുന്ന പറഞ്ഞുതരാം കേട്ടോ. ഒന്ന്, ആദ്യത്തേത് എന്തായിരുന്നു? ദാർ. എന്താണ്? ദാർ. ദാർ എന്താ? ഹൗസ്, വീട് അല്ലെ? വീട്. ഇംഗ്ലീഷിൽ ഹൗസ്. ഓക്കെ, ദിയാർ. ദിയാർ എന്ന് പറഞ്ഞാലേ കൊറേ വീട്, ഹൗസസ്. 1 2 3 വീട്. ഒരു വീടിന് ദാർ, കുറെ വീടുകൾക്ക് ദിയാർ. ഓക്കെ, ഹൗസസ്. ഓക്കെ, അടുത്തത് ദൂർ. ദൂർ എന്ന് പറഞ്ഞാലും ദിയാർ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം. ദൂർ എന്ന് പറഞ്ഞാലും വീടുകളാട്ടോ, ഹൗസസ് ആണ് കേട്ടോ. ദൂർ, കുറെ വീടുകൾ. എന്താണ്? ദൂർ. വെരി ഗുഡ്. പഠിക്കാൻ എളുപ്പല്ലേ? ഇത് ബുദ്ധിമുട്ടുണ്ടോ?
എളുപ്പല്ലേ? നമ്മളിതിനു മുമ്പ് പഠിച്ച പോലെ അല്ലല്ലോ. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ദൂത്. ദൂത് പറഞ്ഞെന്താ? പുഴു. പുഴുവിന് ഇഷ്ടങ്ങൾക്കൊക്കെ പുഴുവിന് ഇഷ്ട. ചിരിക്കണു ദഹറ ചിരിക്കണു. പുഴു വേം കണ്ടാ, ഈ മണ്ണിലൊക്കെ ഉണ്ടാവൂലേ, മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് വേണ്ട നിങ്ങളൊക്കെ അല്ലേ? മുറ്റത്തൊക്കെ ഇറങ്ങലുണ്ടാ എല്ലാരും? അപ്പൊ ഇത് കാണലുണ്ടോ? ജുവൈരിയ കാണലുണ്ടോ അതിനെ? ദൂത്. പുഴുവാണ് കേട്ടാ. ദൂത് വേം. ഇതെന്താണ്? യദ്. എന്താണ്? യദ്. യദ്. യദ് എന്ന് പറഞ്ഞാല് കൈ, ഹാൻഡ്, കൈ. ഇതെന്താണ്? സൗർ. എന്താണ്? സൗർ. സൗർ. വെരി ഗുഡ്. ഇനി ഒരു കാര്യം ചെയ്യാം, അടുത്തത് വായിക്കുന്നതിന് മുമ്പ് ഇത് 4 ഒന്ന് എഴുതണം. നിങ്ങൾ ഉറക്കൊന്ന് പോകണമെങ്കിൽ നിങ്ങളൊന്ന് ഇടയ്ക്ക് എഴുതിക്കണം. ഇത് എഴുതിക്കേ സ്ക്രീനിൽ നോക്കിയിട്ട്. ഇപ്പൊ ബുക്കൊന്നും എടുക്കണ്ട, സ്ക്രീനിൽ നോക്കി നോട്ട് ബുക്കിൽ എഴുതിക്കേ, വർക്കിലല്ല. അതാ ഉറക്കം വരുന്ന ഒരാൾക്ക്. മുഖം കഴുകി വന്ന് എഴുതിക്കേ നൗറ. നൗറ ഇന്നലെ അടിപൊളിയായിട്ട് ഉപ്പച്ചിന്റെ കൂടെ വായിച്ചു തന്നല്ലോ. അൽഹംദുലില്ലാ. ആദമും വായിച്ചു തന്നു. ആദമും ഫുള്ള് വായിച്ചു തന്നു. ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാട്ടോ. ജുവൈരിയ വീഡിയോ ഇട്ടിരുന്നു. താനിയും വായിച്ചു തന്നില്ലേ? താനിയ ക്ലാസ്സിൽ സഹ്റ വായിച്ചു തന്നു. പിന്നെ എഴുതിക്കോ ബുക്കിൽ എഴുതിക്കോ, നോട്ട് ബുക്കിൽ. പിന്നെ ആരാണ് ഇതിലുള്ളത്? ഫായിക്ക്. ഫായിക്കിന്റെ അടുത്തേക്ക് ഞാൻ വന്നിട്ടില്ല. ഫായിക്ക് ഇതൊക്കെ പഠിച്ചതാണോ? ഓക്കെ, വെരി ഗുഡ്. എന്നെ എഴുതിക്കേ, വായിച്ച് എഴുതിക്കേ. എനിക്ക് നിങ്ങള് എല്ലാവരെയും കൂടി സ്ക്രീനിൽ കാണൂല, ഞാൻ സ്ക്രീനിൽ ചെറുതാക്കി വെച്ചോണ്ടേ. ആയിഷ എവിടെയാ? എഴുതിക്കോളെ. അമ്മാൻ എന്താ വീഡിയോ ഓഫ് ചെയ്യുന്നെന്തിനാ? അമ്മാന് വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല. ഓക്കെ? ക്ലാസ് നടക്കുമ്പോ അതിലിടക്ക് കഴിക്കാൻ പോയതല്ലേ? ഭക്ഷണം കഴിച്ച് റെഡി ആയിട്ട് വേണം ഇരിക്കാനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ പോകാൻ പാടില്ല, വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല, ഓഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല. പിന്നെ വല്ല ശബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ ഓഡിയോ ഓഫ് ചെയ്യാം. അല്ല അപ്പോഴും വീഡിയോ ഓഫ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആഴ്ചയിൽ ആകെ 2 ദിവസമല്ലേ ഇരിക്കുന്നുള്ളൂ. കഴിക്കാൻ എഴുതിക്കാൻ മോനെ ഒരു നോട്ട് ബുക്ക്. എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാ? ഓക്കെ, വെരി ഗുഡ്. ഒന്ന് എഴുതിക്കോ. അറിയുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ വർക്കിന്റെ പേജിൽ എഴുതിക്കട്ടോ. വർക്ക് ഉണ്ടോ? വേണ്ട. ഉണ്ടല്ലേ? വേണമെങ്കിൽ അതിൽ എഴുതിക്കോ. അതായത് 24ാമത്തെ പേജില്. ബാക്കിയുള്ളവര് നോട്ട് ബുക്കിൽ എഴുതിയാൽ മതി. വായിച്ചെഴുതേ. ഫായിക്ക് എഴുതിയത് എനിക്ക് അയച്ചുതരും വേണം കേട്ടാ. അയച്ചുതരണം. ഞാൻ ഇന്നുള്ളൂ നിങ്ങളത് ചെക്ക് ചെയ്യാം. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ലാത്ത. ഫോട്ടോ തന്നിട്ട് എഴുതിയതല്ലേ മോള്, കുറച്ച് അടുപ്പിച്ച് ഞാൻ പറഞ്ഞുതരാം. ബിന്തുന് വേണ്ടില്ല, ഞാൻ 4 എണ്ണം എഴുതാൻ പറഞ്ഞേ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ അണ്ടർലൈൻ ഇട്ട് തരാം. ദാർ. ഇത് 6 എണ്ണം. ദാർ. വായിച്ചു എഴുതിയ എല്ലാരും എന്താ വായിക്കാത്ത? താനി എഴുതണ്ട. ദാർ. വെരി ഗുഡ്. ഹൗസ്. ദാർ കഴിഞ്ഞവര് ദിയാർ. വായിച്ചു എഴുതണേ. ദിയാർ. അയിനം എഴുതുന്നുണ്ടാ? അയിനം എന്താ എഴുതാത്തെ? താനി എവിടെ പോയി? ദിയാർ. പറഞ്ഞെഴുത്, എല്ലാവരും വായിച്ചു എഴുത്. ദൂർ. വായിക്കുന്നൊന്ന് വായിച്ചു കൊടുത്തേ, അണ്ടർലൈൻ ചെയ്തത്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ദിയാർ. വെരി ഗുഡ്. അടുത്തത് അല്ല, ദൂർ. ഇനി നോക്കെ, ഞാൻ എഴുതണ നോക്ക്. ദുവാർന്ന് വായിക്കണമെങ്കിൽ നമ്മള് വാ നീട്ടണം, എന്നിട്ട് എറിഞ്ഞിടണം. അപ്പൊ ദുവാർ വായിക്കും. ഇത് ഈ ഉകാരത്തെ നീട്ടാനാണ് വാ.
അല്ലെ? ഉകാരത്തെ നീട്ടാനാണ് ഊ, ദൂ. ഇതെന്താണ് ഇവിടെ? ദാ, ദീ, ദൂ. ഈ ദൂ ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഓക്കെ, ഈ വാക്ക് അകാരം ഇട്ട് കൊടുത്തുക്കണെങ്കിൽ നമ്മള് ഇതിന് ഇങ്ങനെ ദുവാറ് വായിക്കും. ഇപ്പൊ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വായിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത വായിച്ചേ. ഇതെന്താ? ആ, ദൂത്, ദൂത്, ദൂത്. ഈ ബാവും ബാ ദ് ബ് പറയുമ്പോ ഒന്ന് ടച്ച് ചെയ്തിട്ട് വിടണം. മറ്റേത് പറയുമ്പോ ടച്ച് ചെയ്തിട്ട് അവിടെ തന്നെ അത് ടച്ച് ചെയ്ത് തന്നെ ഉച്ചരിക്കണം. എന്നൊക്കെ പറയുമ്പോ ദ് പറയുമ്പോഴും ബ് പറയുമ്പോഴും അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് വിടണം കേട്ടോ. ബ് കുട്ടികൾക്ക് അത് അങ്ങനെ അങ്ങനെ ഇതുപോലെ പഠിച്ചാൽ മതി. ദൂത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. പിന്നീട് പഠിക്കാം കേട്ടോ. അതേപോലെ യദ്, യദ്. ഓക്കെ, അടുത്തത് ആ സൗ, സൗർ, സൗർ. സൗർ. അതിന്റെ സൗർ, സൗർ. സാന്റെ മഖ്റജ് എവിടെയാ? എന്നാ സ എങ്ങനെ ഉച്ചരിച്ച്? സ, സ. നാവിന്റെ തലപ്പ് മുൻഭാഗത്തെ പല്ലിന്റെ അടിയിൽ ടച്ച് ചെയ്യും. അല്ല അങ്ങനെയല്ല. മുൻഭാഗത്തെ പല്ലിന്റെ അടിഭാഗം നാവിന്റെ തുമ്പ് ടച്ച് ചെയ്യും. സ. അവിടെയാണ് സാന്റെ മഖ്റജ് കേട്ടോ. എയർ പുറത്തോട്ട് പോകും അത് പറയുമ്പോ കേട്ടോ. ഓക്കെ, ഇനി എഴുതിക്കോളെ. എഴുതി കഴിഞ്ഞു. ഞാൻ ഇന്നത്തെ ക്ലാസ് മാഷാ അല്ലാ. മബ്റൂക്ക്. ആര് കഴിഞ്ഞു? ആയിഷ. ഓക്കെ, ഞാൻ വരാം, അങ്ങോട്ട് വരാം കേട്ടോ. ഇനി കാണിച്ചെന്നേ. എവിടെയാ കാണിച്ചണ്ട? കണ്ടില്ല ആയിഷ. എവിടെടോ? ഓക്കെ, ഓക്കെ, ഓക്കെ. മാഷാ അല്ലാ. മബ്റൂക്ക്. ഓരോ തവണ എഴുതിയാൽ മതി കേട്ടാ. ഓരോ തവണ എഴുതിയാൽ മതി. വായിച്ച് എഴുതണം. അതിനും എന്താ വായിക്കുന്നില്ലേ? എഴുതിയ പോരാ, എനിക്ക് കേൾക്കണം. വായിച്ചെഴുത്. ദാർ പറഞ്ഞെഴുത്. അപ്പൊ നിങ്ങക്ക് വായിക്കാൻ വേണ്ടിയിട്ട് വേറെ പഠിക്കേണ്ടി വരില്ല. വായിച്ചു തരുമ്പോ അപ്പൊ ടീച്ചർക്ക് വായിച്ചു തരുമ്പോ വേറെ പഠിക്കണ്ട. ഇങ്ങനെ തന്നെ പഠിയും. ദാർ പറഞ്ഞെഴുത. ദാർ, ദിയാർ. തനിയെ എഴുതി. ദൂർ, ദൂത്, ദൂത്. യദ്, സൗർ. ഓക്കെ, വെരി ഗുഡ്. താനിയ മോളെ എഴുതിയാ? താനിയ കേൾക്കുന്നില്ലല്ലോ. ഒന്ന് ഈ എന്താ ഉപയോഗിക്കുന്ന? മൊബൈലാ? ടാബ് എന്തോ പറഞ്ഞല്ലോ അല്ലേ കഴിഞ്ഞ ക്ലാസ്സില്. അടുത്തോട്ട് വന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാ? പിന്നെ ആദം എഴുതി കഴിഞ്ഞാ? സഹ്റ? നെറ്റ്വർക്ക് പോയാ? ഫുള്ള് വേണ്ട, 4 എണ്ണം. 4 അല്ല 6. ദാർ, ദിയാർ, ദൂർ. ഓക്കെ, ആയിഷന്റെ കഴിഞ്ഞു അല്ലേ? ഓക്കെ, മാഷാ അല്ലാ. മബ്റൂക്ക്. ഇത് ക്ലാസ് കഴിഞ്ഞൊന്ന് ഫോട്ടോ എടുത്ത് അയച്ചോളൂ കേട്ടോ. എനിക്ക് ഇങ്ങനെ നോക്കുമ്പോ വല്ലാണ്ട് കാണുന്നില്ല. ഫോട്ടോ എടുത്ത് അയച്ചു തരണം കേട്ടാ. വായിച്ചെഴുത്. ദാർ, ദിയാർ, ദൂർ. പിന്നെന്താ? ദൂത്, യദ്, സൗർ. ഓരോ തവണ എഴുതിയാ മതി. എന്നിട്ട് നമുക്ക് അടുത്തത് വായിക്കാം. സഹ്റ, സഹ്റ ഓഡിയോ ഓൺ ആക്കിയേ, വായിച്ചേ. കേൾക്കുന്നില്ല, ഓഡിയോ ഓഫാ.
ആ വായിച്ചേ അപ്പൊ എനിക്ക് തോന്നുന്നത് ഓഫ് ചെയ്താണ് സഹ്റന്റെ അതാണ് പ്രശ്നം കേട്ടോ. സഹ്റന്റെ ഫോണിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോഴാണ് ഈ എക്കോ വരുന്നത്. അപ്പൊ നീ ഓണാക്കണ്ട. അവളെ കൊണ്ടൊന്ന് പഠിപ്പിച്ചിട്ട് എഴുതിയിട്ട് എനിക്കൊന്ന് ഓഡിയോ അല്ലെങ്കിൽ എഴുതി അയച്ചാൽ മതി കേട്ടാ. ക്ലാസ് ശ്രദ്ധിക്ക്. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ. ചിലപ്പോ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഒരു എക്കോ വരും. ഓഫ് ചെയ്താളെ ഓഫ് ചെയ്താളെ. ഓഡിയോ മാത്രം കേട്ടാ, വീഡിയോ ഓഫ് ചെയ്യണ്ട. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. കഴിഞ്ഞോ? ഓക്കെ. ദൂത് ദൂത് യത് ഓരോ തവണ എഴുതിയാൽ മതി കേട്ടാ. യത് വായിക്ക് നല്ലോണം ശ്രദ്ധിക്കണം. എനിക്ക് വായിക്കുമ്പോൾ പറഞ്ഞെഴുതണം കേട്ടാ. കൂട്ടി വായിക്കുമ്പോ കപ്പലുണ്ട്, അപ്പൊ പറഞ്ഞെഴുതണേ. ദാർ, ദിയാർ, ദൂർ, ദൂത്, യത്, തൗർ. ആകെ 2 അക്ഷരേ പുതുതായി പഠിച്ചുള്ളൂ. അതിലിടക്ക് ബാക്കിയൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാ. അലിഫ്, യാ, വാവ്, പിന്നെന്താ സ, സൗ. അതൊക്കെ നമ്മൾ മുമ്പ് യാ അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാ കേട്ടോ. ഇനി അടുത്തത് വായിക്കാം. ദൂത. വേഗം എഴുതി. എത്ര നേരമായി? പഴയ പോലെ തന്നെ. ഓക്കെ മാഷാഅല്ലാ മബ്റൂക്ക്. ഓക്കെ മാഷാഅല്ലാ മബ്റൂക്ക്. അൽഹംദുലില്ലാ. ഫോട്ടോ എടുത്ത് അയച്ചു തരണം കേട്ടോ. ഈ അത് ഫുൾ എഴുതിയാ? വെറുതെ അല്ല, ഞാൻ ഓരോ തവണ എഴുതാനല്ലേ പറഞ്ഞേ. വർക്കൊക്കെ നമുക്ക് പിന്നെ എഴുതേ. ഇപ്പൊ നീങ്ങൂലേ, സ്ക്രീൻ നീങ്ങുന്നില്ലല്ലോ. അപ്പൊ ശരി. നോക്കിയാ ഇനി അടുത്ത വായിക്കല്ലേ? കഴിഞ്ഞില്ലേ? അടുത്ത വായിക്കല്ലേ? അടുത്ത വായിച്ചേ. ഇന്നും കൂടി വായിക്കണം. താനിയ എഴുതി കഴിഞ്ഞ? താനിയ മോളെ ഇനി ഇരിക്കുമ്പോ ഒരു ചെയറും മേശമ ഇരിക്കണം കേട്ടാ. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ എനിക്കൊന്നും കേട്ടിട്ടില്ല. ഇവരൊക്കെ ഇരിക്കണത് പോലെ നോക്ക്. അതേപോലെ ഇരിക്കണം. എന്നിട്ട് മേശമ്മല് വേണം ഫോൺ വെക്കാൻ കേട്ടാ. വായിക്കട്ടെ? കഴിഞ്ഞ എല്ലാവരും? ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇനി പിന്നെ എഴുതിയിട്ട് അയച്ചാൽ മതി. ആദ്യത്തെ 6 അല്ലെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് കഴിഞ്ഞ വീക്കിൽ വർക്ക് കുറെ എഴുതാനുണ്ട്. ഒന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടി എഴുതിച്ചാണ് കേട്ടോ. നമുക്ക് നാളെയും കൂടി ഇതൊന്നും കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നീട് എഴുതിയാൽ മതി ഇനി കേട്ടോ. ഓക്കെ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ച എല്ലാവരും. അതിനും മതി മതി മതി. നോക്കിയാ അടുത്തത് ഇത് വായിച്ചേ. ഇതെന്താ? ബൈറ്റ്. വെരി ഗുഡ്. ബൈറ്റ്. ഓക്കെ. എങ്ങനെ വായിച്ചേ? ഇത് ബൈ. വേണ്ട, ബൈ. നേരത്തെ കാണിച്ചെന്ന ബൈ. ബൈറ്റ്. 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 ഓക്കെ. അടുത്ത വായിച്ചേ. അല്ല
അല്ല അല്ല, ബൈറ്റ്സ്. ബൈത്തുന്ന് പറയാൻ നമ്മൾ തെൻവീന് പഠിച്ചിട്ടില്ലല്ലോ, നമ്മൾ തെൻവീന് പഠിച്ചിട്ടില്ല. അതേപോലെ നമ്മൾ അക്ഷരങ്ങളുടെ പേര് പഠിച്ചിട്ടില്ല. നമ്മൾ ബാ ബി ബു പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു പഠിക്കുമ്പോ നമ്മള് ബൈറ്റ്സ്. ഓക്കെ, അടുത്തത് ബിൻത്. ബിൻത് ഇങ്ങനെ ഏത് എഴുതിയ ബിൻ. നമ്മൾ ബൻ പഠിച്ചില്ലേ, അതേപോലെ ബിൻ, ബിൻ, ബിൻത്. ബൈറ്റ്, ബിൻത്. ഓക്കെ, ബിൻത്. കെടുക്കല്ല, ഇരിക്ക്. പിന്നെ അടുത്തെന്താ? ബാബർ. എന്താണ്? ബാബർ. ബാബർ. ഓക്കെ, ബാബർ. ബാ എഴുതി, വീണ്ടും ബാ എഴുതി, പിന്നെ റ. ബാബർ. അപ്പൊ രണ്ടാമത്തെ റ കുറച്ച് അല്ല, ബാ കുറച്ച് ചെറുതായി അല്ലേ? ബാബർ. ഓക്കെ. ബൈറ്റ്സ് എന്ന് പറഞ്ഞ വീട് തന്നെ കേട്ടോ, ഹൗസ് തന്നെയാണ്. ദൂർന്ന് പറഞ്ഞാലും അല്ല, ദാർന്ന് പറഞ്ഞാലും ബൈറ്റ്സ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് കേട്ടോ. വീട്, ഹൗസ്. ഓക്കെ, ബൈറ്റ്. അപ്പൊ വീടിന് എന്താ പറയാ? ബൈറ്റ്സ്. ഐനം, ശ്രദ്ധിക്ക്, ബാക്കിയുള്ളവർ എനിക്ക് കാണുന്നില്ല. ഓക്കെ, പിന്നെന്താണ് അടുത്തത്? ബിൻത്. ബിൻത് പറഞ്ഞ എന്താ? ഗേൾ, ഗേൾ. ഓക്കെ, ബിൻത്, ഗേൾ, പെൺകുട്ടി. ബബർ പറഞ്ഞാല് ടൈഗർ. ഓക്കെ, ടൈഗർ, ടൈഗർ. വെരി ഗുഡ്. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് വായിക്കാം അല്ലെ? ഒന്ന് വായിച്ച് പഠിക്കാം. ഇന്ന് ബാക്കിയുള്ളത് പിന്നെ വായിക്കണോ? വേണ്ട, നാളെ വായിക്കാം. ഇന്ന് ഒരുമിച്ച് വേണ്ട. ഇന്ന് ഇതൊന്ന് നന്നായിട്ട് തരാവണം കേട്ടോ. ഇതിൽ വല്ലാണ്ട് പഠിക്കാനൊന്നുമില്ല, ഞങ്ങൾ മുമ്പ് പഠിച്ച തന്നെയാണ് കേട്ടോ. എന്നാലും ഇതൊന്നും കൂടി വായിക്കാം നമുക്ക്. ഇന്ന് വായിച്ചേ ഓരോരുത്തരും. ആദ്യം താനിയ വായിച്ചേ. താനിയുണ്ട്, എനിക്ക് കേൾക്കുന്നില്ല, അതാണ്. താനിയ വായിച്ചേ. വായിക്കുമോളെ. ഈ എണീറ്റ് എന്നിട്ട് ക്യാമറന്റെ അടുത്തേക്ക് വന്നോ, ഫോണിന്റെ അടുത്തോട്ട് വാ. ഇനി പറഞ്ഞു നോക്കാം. വെരി ഗുഡ്. അപ്പൊ കേൾക്കുന്നുണ്ട്. ഒന്നും കൂടി. ദിയാർ, ദിയാർ പറഞ്ഞേ. ദിയാർ. ഓഡിയോ ഓണാണ്, പറഞ്ഞോ. താനെ വായിക്കുന്ന ശ്രദ്ധിക്കട്ടാ. അതിന് എഴുതല്ലേ, താനെ വായിക്കുന്ന ശ്രദ്ധിക്കുന്നാലേ നിങ്ങക്ക് പഠിയുള്ളൂ. ഓക്കെ, അടുത്ത വായിച്ച മോളെ. ദിയാർ. വെരി ഗുഡ്. അടുത്തത് ദൂർ. ദൂർ. വെരി ഗുഡ്. ദൂർ. ദാ ദീ ദൂ പഠിച്ചില്ലേ? ആ ദൂ ആണത്, ദൂർ. ഓക്കെ, ഓക്കെ. അടുത്തത് ഇതാ അണ്ടർലൈൻ ചെയ്തത്. അയ്യോ, ഓക്കെ. എന്താ? ദൂത്. ദൂത്, ദൂത്. വെരി ഗുഡ്. അടുത്തത് യത്. വെരി ഗുഡ്. സൗർ. സൗർ. ഹൗസല്ല, സൗർ. ബുള്ളാണ്. എന്താണ്? കാള, ബുൾ. സൗർ. ഓക്കെ, അടുത്തത് ബൈറ്റ്സ്. വെരി ഗുഡ്. ബിൻത്. ബിൻത്. വെരി ഗുഡ്. പറഞ്ഞു കൊടുക്കരുത് കേട്ടാ. ഓക്കെ, ബബർ. എന്താണ്? ബബർ. ഓക്കെ, ഇനി അടുത്ത ആള് വായിക്കുന്ന ശ്രദ്ധിക്കട്ട, ശരിക്ക് പഠിയാൻ വേണ്ടിയിട്ടാണ്. ഇനി വായിക്കുന്ന ശ്രദ്ധിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധ പോവല്ലേ. ബബർ. ഇനി ഫായിക്ക് വായിച്ചു കൊടുത്തേ, വേഗം വായിച്ചു. ദാർ. വെരി ഗുഡ്. അടുത്ത്
ദിയാർ ദി ദിയാർ ദിയാർ വെരി ഗുഡ് അടുത്ത് ആ ദൂറ ഉറക്ക ദൂറ ആ ദൂർ ദൂർ റാക്ക് അകാരം ഇട്ടാലാണ് ദൂറ വായിക്കുക ബാക്കിയുള്ളവർ ശ്രദ്ധിക്കട്ട ദൂദ് ദൂത് വെരി ഗുഡ് അടുത്തത് യത് ഏത് വെരി ഗുഡ് നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ സാ സൗ ഇങ്ങനെ സർക്കിളിട്ട സൗ എന്താണ് സൗ സൗർ വെരി ഗുഡ് വെരി ഗുഡ് അടുത്തത് ബാദ് ബൈത്ത് ബൈറ്റ്സ് ബിന്ത് ബിൻസ് ബബർ ബബർ ബാബ് ബബർ വെരി ഗുഡ് താനിയ ശ്രദ്ധിക്ക് താനിയക്ക് ക്ലിയർ ആയിട്ടില്ല ശ്രദ്ധിക്ക് ഓക്കെ അടുത്തതാരാ ആയിഷ വായിച്ചോ 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 ഉറപ്പ് വായിക്കോ ദാർ വെരി ഗുഡ് ഒന്നും കൂടി വായന്ന് കൈയെടുക്കും ദിയാർ ദിയാർ വെരി ഗുഡ് ദോർ വെരി ഗുഡ് ഫായിക്ക് ശ്രദ്ധിക്ക് ദൂത് യത് യത് അടുത്തത് വായിച്ചോ ഇത് സൗർ ദോർ വായന്ന് വരലെടുക്കടോ അടുത്തത് ബൈത്ത് ബൈറ്റ്സ് വെരി ഗുഡ് ബിൻസ് ബിന്ത് ബിൻസ് അടുത്തത് ബാബർ ബബർ ബാബർ വെരി ഗുഡ് ഇനി അടുത്ത ആള് വായിക്കുന്ന ശ്രദ്ധിക്കട്ടെ അടുത്തത് അയിനം വായിച്ചേ ഓക്കെ തുടങ്ങിക്കോ ഇതാ വേഗം വായിച്ചോ എന്താണ് ദാർ കേൾക്കുന്നില്ല സ്റ്റക്കായോ ദാർ ദാർ വെരി ഗുഡ് അടുത്തത് ആരെന്റെ സ്ക്രീനിൽ എഴുതുന്നേ വായിച്ചവര് ശ്രദ്ധിക്ക് നിങ്ങൾക്ക് ഇതുണ്ട് ആഴ്ച പോവല്ലേ വീഡിയോ ഓൺ ആക്കി അതിനെ വായിക്കുന്ന ശ്രദ്ധിക്കട്ടാ ദിയാർ കൈ മാറ്റ് കൈ മാറ്റ് ദിയാർ ഇത് ദൂർ ദൂർ ഇന്ന് നമ്മൾ പഠിച്ചില്ലേ അന്ന് ദാ പഠിച്ചു പിന്നെ ദൂ പഠിച്ചു ദൂനെ നീട്ടാൻ വാ പഠിച്ചു അപ്പൊ ദൂ പഠിച്ചില്ലേ ദൂർ ഓക്കെ അടുത്തത് എന്താ ഇവിടെ എന്താണ് ഇതും അതന്നെ നമ്മൾ ദൂനെ നീട്ടാൻ പറഞ്ഞില്ലേ ദൂ നീട്ടിയില്ലേ എന്നിട്ട് ഒരു ദാലും കൂടി കൊടുത്തു ഒരു ദ് അപ്പൊ ദൂത് വായിച്ചേ അടുത്തത് യത് 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 വെരി ഗുഡ് ഇതെന്താ ഹൗ സൗർ ഫസ്റ്റ് പഠിച്ചൊക്കെ മറന്നോ സാ സാ പറഞ്ഞില്ലേ സാന്റെ അപ്പുറത്ത് വാട്ടിട്ട് സർക്കിൾ ഇട്ടു അപ്പൊ സൗർ സൗർ വെരി ഗുഡ് അടുത്തത് ഓക്കെ അടുത്ത വായിച്ചോ എന്താ ഫായിക്ക് ഇതൊക്കെ റെക്കോർഡായിട്ട് വരൂട്ടാ ഫായിക്ക്
ഇതൊക്കെ റെക്കോർഡായിട്ട് ഉമ്മച്ചിക്ക് അയച്ചു കൊടുക്കും ഞാൻ. കളിക്കല്ലേ. ബൈറ്റ് ബൈറ്റ് നമ്മുടെ ക്ലാസ് റെക്കോർഡിംഗ് ആണ്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ നല്ല കുട്ടികളായിട്ട് ഇരുന്നോളി. അടുത്തത് ബിൻത്. ബിൻത് വെരി ഗുഡ്. അടുത്തത് അല്ല, ബബർ. ബബർ വെരി ഗുഡ്. ഇനി ഇങ്ങനെ എല്ലാരും വായിക്കുന്ന ശ്രദ്ധിച്ചാൽ മതി, അപ്പൊ ബാക്കിയും കൂടി പഠിഞ്ഞോളൂ കേട്ടോ. അടുത്തത് ആയിഷ വായിച്ചു. ആയിഷ വായിച്ചില്ലേ? ഇനി എവിടെ അമ്മാനൊക്കെ എവിടെ പോയി? എവിടെ ബാക്കിയുള്ളവര്? ഒരു മിനിറ്റ് കേട്ടോ, വരുന്നു കാണാനില്ലേ. ആയിഷ വായിച്ചു. ആദം വായിച്ചേ. ആദം. നൗറ പോയാ? നൗറ പോയി. ഇനി ആദം വായിച്ചേ. ആദം മാഷാഅല്ലാ നന്നായി വായിച്ചതാണല്ലോ ഇന്ന്, എനിക്ക് വായിച്ചെന്നല്ലോ. വേഗം വായിച്ചേ. ഇവർക്കൊക്കെ ഒന്ന് വായിച്ചു കൊടുത്തേ. എന്താ വായിച്ചേ? വായിച്ചോ? ബിസ്മില്ല വായിച്ചോ? ദാർ വായിച്ചേ. ദാർ വായിക്കൂല. ഓക്കെ, എന്നാ വേണ്ട. നമുക്കിന്ന് നിർത്താം. ഇനി ആരെങ്കിലും ഉണ്ടോ? അമ്മാനെയൊക്കെ പോയി തോന്നുന്നു അല്ലേ? അമ്മാനൊന്നും കാണാനില്ല. ഞാൻ ഒന്നും കൂടി വായിച്ചു തരാം കേട്ടോ. ദാർ ഒന്നാമത്തത്, ദാർ രണ്ടാമത്തെ ദിയാർ, മൂന്നാമത്തെ ദൂർ. നാളെ ക്ലാസ്സിന് കയറുന്നതിന് മുമ്പ് ഇതൊന്ന് വായിച്ച് പഠിച്ചു വരണം കേട്ടാ. ദൂത്, യദ്, സൗർ. ഓക്കെ, ഇന്ന് ഈ 6 ഇത് മതി. മറ്റു വർക്ക് തീർന്നവരുണ്ടെങ്കിൽ എഴുതി പഠിച്ചോളിട്ടാ. അല്ലാത്തവരും മറ്റു വർക്ക് ചെയ്ത് തീർക്കണം. യൂണിറ്റ് 1ഉം 2ഉം കംപ്ലീറ്റ് ചെയ്തിട്ട് അയച്ചു തരണം കുറേശ്ശെ ട്ടാ. അടുത്തത് ബൈറ്റ്, അടുത്തത് ബിൻത്, അടുത്തത് ബബർ. ഓക്കെ, ഇത്രയും എത്ര മതി. ഇന്ന് ഒരു 6 അല്ല 8 9 ലെറ്റർ പഠിച്ചല്ലോ. ഓക്കെ, അത് മതി. ഇപ്പൊ ഒരാഴ്ച അമാന പോയി തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ഇനി നമുക്ക് നാളെ കാണാം. ഓക്കെ, അപ്പോഴേക്കും ഇത് പഠിക്കാട്ടോ. അതേപോലെ അടുത്ത വീക്കിലുള്ള വർക്കും കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ നാളെ കാണാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറക്കല്ലാഹു ഫീക്കും. ബൈ.